ഹലോ പ്രിയപ്പെട്ടവരെ, എല്ലാവർക്കും നമസ്കാരം. ഞാൻ സൂരസുദേവ് പുന്നേൽ. നമ്മുടെ മറ്റൊരു വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം. ഇത് കണ്ടില്ലേ, കഴിഞ്ഞ ദിവസം ഞാൻ ഇവർക്ക് മേടിച്ച നമ്മുടെ ആ ടൊമാറ്റോ ജാക്കറ്റാണ്. ഞാൻ ജസ്റ്റ് അവർക്കൊന്ന് ഇട്ട് കൊടുത്ത് നോക്കിയതാണ് ഇത് എങ്ങനെയുണ്ട് എന്നുള്ളത്. എന്തായാലും സംഭവം കൊള്ളാം, അടിപൊളിയായിട്ടുണ്ട്. രണ്ടുപേർക്കും നല്ല സ്യൂട്ടാണ് സാധനം. ഇച്ചിരി വലിപ്പം ഉണ്ടെന്ന് തോന്നുന്നു, കുഴപ്പമൊന്നുമില്ല. എന്തായാലും ഒരു വളർന്നു വരുമല്ലേ, അപ്പം ഇത് നമുക്ക് ഉപയോഗിക്കാമല്ലോ. അപ്പം നമ്മൾ വീണ്ടും കഴിഞ്ഞ ദിവസം നിർത്തിയിടത്ത് തന്നെ നിന്ന് വീണ്ടും തുടങ്ങുകയാണ്. നമ്മുടെ വുഡ്ഫിൽ മാളിലെ മേഴ്സിയിലെ വൺ ഡ്രസ് കളക്ഷനിലേക്കാണ് നമ്മൾ വീണ്ടും പോകുന്നത്. അപ്പം നമ്മൾ നേരത്തെ കണ്ട പോലെ തന്നെ വീണ്ടും അടിപൊളി, ഇത് ഫുള്ള് മെൻ സെക്ഷനാണ്. നമ്മൾ ഇന്നലെ കണ്ടത് മുഴുവൻ ലേഡീസിൻ്റെ സെക്ഷനായിരുന്നു. ഇത് മുഴുവൻ നമ്മുടെ ആൺകുട്ടികൾക്ക് വേണ്ടിയിട്ടുള്ളൊരു സെക്ഷനാണ്. കണ്ടില്ല, അടിപൊളി ടീഷർട്ടൊക്കെയാണ് ഇവിടെ കിടക്കുന്നത്. ഇതിന് $44 ഒക്കെ ഒരു റേഞ്ച് വരും. നല്ലൊരു ക്വാളിറ്റി കേട്ടോ, വലിയ കുഴപ്പമൊന്നുമില്ല. എനിക്കത് ഇഷ്ടപ്പെട്ടു ആ ടീഷർട്ടൊക്കെ. അടിപൊളി വലിയ കുഴപ്പമില്ലാത്ത ടീഷർട്ടൊക്കെയാണ്, ഷർട്ട് ഒക്കെയാണ് നമുക്ക് ഉള്ളത്. ഞാൻ പറഞ്ഞില്ല, നമ്മൾ ഈ വുഡ്ഫിൽ മാളിൽ വന്നു കഴിഞ്ഞാൽ നമുക്ക് വില കൊടുത്ത് ബ്രാൻഡായിട്ടുള്ള വേണോ അതും കിട്ടും, നമുക്ക് ചീപ്പായിട്ടുള്ള ഡ്രസ്സ് 5 രൂപയ്ക്ക് വേണോ നമുക്ക് അതും കിട്ടും. പക്ഷെ അത് ഈ മേഴ്സിയിലല്ല, നമുക്ക് വേറെ വുഡ്ഫിൽ മാളിനകത്ത് വേറെ ഷോപ്പുകളൊക്കെ ഉണ്ട്, നമുക്ക് അവിടെ കിട്ടും. അപ്പം ഇച്ചിരി ഇതുണ്ട്, ലാക്കോസ്റ്റയുടെ ഒരു ബ്രാൻഡിൻ്റെ ഒരു സെഷനാണ് ഇത് വരുന്നത്. അപ്പോൾ ലാക്കോസ്റ്റയൊക്കെ അറിയാത്തവരായിട്ട് ആരും ഉണ്ടാകാൻ ചാൻസ് ഇല്ല. നമുക്ക് ജസ്റ്റ് ഈ ടീഷർട്ടിൻ്റെ വില നോക്കാം. എൻ്റെ പൊന്നെ, $135. ഇവിടെ നമുക്ക് ഈ ഡോളറോടെ നമുക്ക് ചെറിയ TV ഒക്കെ കിട്ടും കേട്ടോ. പക്ഷേ ഇട്ടതാണ് അത് വേറെ, നമ്മൾ എല്ലാം പറയണമല്ലോ. 130. പിന്നെ ബാക്കിയുള്ളതിൻ്റെ ഒരു വിലയിലേക്കൊന്നും ഞാൻ പോയൊന്നുമില്ല. അപ്പോൾ ഈ കാണുന്നത് ഇത്രയും സെഷനാണ് നമുക്ക് ലാക്കോസ്റ്റയുടെ ഉള്ളത്. നമുക്കത് കഴിഞ്ഞിട്ട് അടുത്ത ഒരു നോക്കാം, നമുക്ക് വേറെ ഇവിടെ എന്തൊക്കെയാണ് ഉള്ളതെന്നുള്ളത്. അടിപൊളി കളർഫുള്ളായിട്ടുള്ള വെറൈറ്റി ടീഷർട്ട് ആണ്. ഇത് ലിവിസിൻ്റെ സെഷനാണ്. ലിവിസിൻ്റെ സെഷനിൽ നമുക്ക് ഒത്തിരി കളക്ഷനും കാര്യങ്ങളും, ലിവിസിൻ്റെ നല്ലൊരു കളക്ഷൻ നമുക്ക് ഇവിടെ ഉണ്ട്. ഇവിടെ ഒത്തിരി കളക്ഷൻ ഉണ്ട്. നമുക്ക് ഈ കാണുന്ന മുഴുവൻ, ആ കാണുന്ന അത്രയും ഭാഗം ഫുള്ള് നമുക്ക് ലിവിസിൻ്റെ ഒരു സെഷനാണുള്ളത്. അതിൻ്റെ ഷർട്ട് ഉണ്ട്, വെറൈറ്റി ആയിട്ടുള്ള ഷർട്ട്, വിത്ത് ഇന്നർ, അതിൻ്റെ സ്റ്റൈൽ ഒരു മോഡലൊക്കെ അവരവിടെ സെറ്റ് ചെയ്തിട്ടുണ്ട്. ഇതൊക്കെ ഷോർട്സ്, ആ ഒരു ടൈപ്പ് ഷോർട്സും കാര്യങ്ങളൊക്കെയാണ് ഉള്ളത്. പിന്നെ അങ്ങോട്ട് മാറിയും പാൻറ്റ്, ഷർട്ട്, അതിൻ്റെ എല്ലാം വിശാലമായിട്ടുള്ളൊരു കളക്ഷനാണ് ഇവിടെ ഉള്ളത്. നമുക്ക് ഈ ജാക്കറ്റിന് $130 ആ ജാക്കറ്റാണ് കേട്ടോ. ആ ജാക്കറ്റിന് വില വരുന്നത് $130. പിന്നെ ഇവിടെ കാണും $39 ലിവിസിൻ്റെ ഒത്തിരി ജീൻസിൻ്റെ സെഷനൊക്കെ ഇവിടെ ഇരിപ്പുണ്ട് കേട്ടോ. $39 ആ ഒരു പ്രൈസ് റേഞ്ചൊക്കെ കാണിക്കുന്നത്. വലിയ കുഴപ്പമൊന്നും. $39 നല്ല ലിവിസിൻ്റെയൊക്കെ നല്ലതാണോ, ഇതെന്തോ പെയിൻറ്റ് പറ്റിയോ, എന്തോ ഡിസൈൻ ആയിരിക്കാം, അതുകൂട്ടൊക്കെ എനിക്ക് തോന്നുന്നു. പിന്നെ ലിവിസിൻ്റെയൊക്കെ ആണല്ലോ, നമുക്ക് അതിൻ്റെ പ്രത്യേകിച്ച് സാധനം എങ്ങനെ ഉണ്ട് എന്ന് നമ്മൾ പ്രത്യേകിച്ച് പറയേണ്ട കാര്യങ്ങളൊന്നുമില്ല. അപ്പോൾ അങ്ങനെയുള്ള വെറൈറ്റീസ് ആയിട്ടുള്ള കളക്ഷൻ കാര്യമുണ്ട്. ഇവിടെ കുറേ ടീഷർട്ട്, ഇതിന് 40% ഓഫറാണ്. അപ്പോൾ ഇതിൻ്റെ പ്രൈസ് നമുക്ക് നോക്കാം എന്താണെന്നുള്ളത്. എൻ്റെ പ്രൈസ് $24. അതിൻ്റെ 40% എന്നൊക്കെ പറയുമ്പോൾ നമുക്ക് നല്ല താത്ത് നമുക്ക് കിട്ടും. അത് കുഴപ്പമില്ല കേട്ടോ. അത്യാവശ്യം നമുക്ക് നല്ലൊരു സാധാ ഒരു ലോക്കൽ ഷർട്ട് മേടിക്കുന്ന അല്ലെങ്കിൽ ടീഷർട്ട് മേടിക്കുന്ന റേറ്റ് നമുക്ക് ലിവിസിൻ്റെ ഒരു ബ്രാൻഡ് നമുക്ക് യൂസ് ചെയ്യാൻ പറ്റും. അതിപ്പം 40% ഓഫർ അവിടെ നടന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പം നിങ്ങൾക്ക് വേണമെങ്കിൽ അപ്പോൾ അത് നോക്കാം, കുഴപ്പമൊന്നുമില്ല. ഇപ്പം ഈ ഓഫറെല്ലാം അവിടെ നടന്നുകൊണ്ടിരിക്കുകയാണ് കേട്ടോ. അപ്പോൾ ഇപ്പോൾ പോയി കഴിഞ്ഞാൽ നമുക്ക് ഈ ഒരു പ്രൈസ് റേഞ്ചിന് ഈ ഒരു സാധനങ്ങളൊക്കെ കിട്ടും. ഇഷ്ടം പോലെ കളർ വേരിയൻ്റ് ഉണ്ട്. ഞാൻ വിചാരിച്ചു എന്താ ഒരെണ്ണം എടുത്താൽ എന്താണോ, പിന്നെയും വിചാരിച്ചു ഇല്ല, നമ്മളിപ്പോൾ എന്തായാലും എടുക്കുന്നില്ല, നമുക്ക് പിന്നെ സമയം പോലെ കാണാൻ നോക്കാം എന്ന് വിചാരിച്ചു. പക്ഷേ ഇത് കണ്ടപ്പോൾ എനിക്ക് 1-2 എടുത്താൽ കൊള്ളാമെന്നുണ്ടായിരുന്നു. പക്ഷേ എന്തോ ഞാനത് വിട്ടു. ഞാൻ ജസ്റ്റ് ഒന്ന് നോക്കി അവിടെ എല്ലാം എങ്ങനെ ഉണ്ടെന്നുള്ളത്, പിന്നെ ഞാനതങ്ങ് വിട്ടു. ഇത് കണ്ടില്ലേ, അടിപൊളിയായിട്ടുള്ള ലിവിസിൻ്റെ ഒരു ടീഷർട്ട്. ഇതൊക്കെ ഈ കളറൊക്കെ എനിക്കങ്ങ് ഇഷ്ടപ്പെട്ടു കേട്ടോ. അടിപൊളിയായിട്ടുണ്ട്. ഈ കളറൊക്കെ എനിക്ക് നല്ലോണം ഇഷ്ടപ്പെട്ടു. ഇതൊക്കെ ഇട്ടുകൊണ്ട് കാണുന്നാൽ തന്നെ അല്ലേ ഒരു സ്റ്റൈലാണ്. പക്ഷേ ഇതെനിക്ക് ഇഷ്ടപ്പെട്ടു. പക്ഷേ എനിക്കത് ഇഷ്ടപ്പെട്ടു, പക്ഷേ ഞാനത് എടുത്തില്ല. എന്തായാലും നല്ല ഓഫറും ആയിരുന്നു അവിടെ. ചിലപ്പോൾ ഇനി ആ ഓഫർ അവിടെ കിട്ടണം എന്ന് നിർബന്ധമൊന്നുമില്ല. നമ്മുടെ 2 കുരുന്നുകൾ അപ്പുറത്ത് മാറി ഒരു സൈഡിൽ നിന്ന് നോക്കുന്നുണ്ട്, അവർക്ക് പറ്റിയത് വല്ലതൊക്കെ ഉണ്ടോയെന്ന്. കുറേയൊക്കെ മേടിച്ച് കൂട്ടി വെച്ചേപ്പുണ്ട്, എന്നാലും ഇനിയൊക്കെ വല്ലതും ഉണ്ടോ എന്നുള്ള നോട്ടത്തിലാണ് അവർ. ഇത് ലിവിസിൻ്റെ അടുത്തൊരു ടീഷർട്ടാണ്, നോക്കി. ഇതും അടിപൊളിയായിട്ടുണ്ട് കേട്ടോ. ഇതും സംഭവം കൊള്ളാം, വൈറ്റാണ്, നല്ല സ്റ്റൈലായിട്ടുണ്ട് ഇതും. പക്ഷേ കൊള്ളാം, എനിക്ക് ഇഷ്ടപ്പെട്ടു. ആ ഒരു മോഡൽ ഇഷ്ടപ്പെട്ടു. അതുപോലെ തന്നെ എൻ്റെ ബ്ലൂ ഉണ്ട്, ബ്ലാക്ക് ഉണ്ട്, വെറൈറ്റി ഐറ്റംസ് ഇഷ്ടം പോലെ. ഈ കാണുന്ന പല കളറിൽ ഇരിപ്പുണ്ട്. വീണ്ടും എത്തി നമ്മുടെ ടോമി. വീണ്ടും ഞാൻ പറഞ്ഞില്ല, മുമ്പേ ഞാൻ പറഞ്ഞില്ല, നമുക്ക് ചിലപ്പോൾ അപ്പുറത്തൊക്കെ വേറെ ടോമിയുടെ കാണുമായിരിക്കാം. അതുകൊണ്ട് ഇവിടെ ടോമിയുടെ ജാക്കറ്റ് 99, അത് നമ്മുടെ സാധാ ക്ലോത്ത് ടൈപ്പുള്ളൊരു ജാക്കറ്റാണ്. ഒരു $99 റേറ്റും കാര്യങ്ങളൊക്കെ കാണുന്നത്. ഇവിടെ എല്ലാം ടോമിയുടെ ടീഷർട്ട് ഇരിപ്പുണ്ട്. അതിനൊരു $30 ആ ഒരു റേഞ്ചിലൊക്കെ ആ ടീഷർട്ടിന് വരുന്നുണ്ട് കേട്ടോ.
ഇവിടെയും വിരിപ്പുണ്ട് കുറേ വെറൈറ്റി ഒരു ഇത്. പക്ഷേ എനിക്ക് ടോമിയുടെ വലിയൊരു എന്താ പറയുക ഒരു കളക്ഷൻ എന്ന് പറയാനായിട്ടൊന്നും എനിക്ക് തോന്നിയില്ല. ആ ഒരു ടീഷർട്ടിന് $79 കാര്യങ്ങളൊക്കെയാണ് പറയുന്നത്. ഇത് ടോമിയുടെ ഒത്തിരി ഈ ഒരു കളക്ഷൻ വെറൈറ്റി ഉണ്ടെന്ന് എനിക്ക് തോന്നിയിട്ടില്ല. അതിൻ്റെ 40% ഓഫറിനൊക്കെ ഷോർട്സൊക്കെ ടോമിയുടെ ഇരിപ്പുണ്ട്. സംഭവം കുഴപ്പമില്ല, അത് കൊള്ളാം കേട്ടോ. ഒരു വെറൈറ്റി കളർ കാര്യങ്ങളൊക്കെയാണ്. അതിൻ്റെ റേറ്റ് ഞാൻ നോക്കട്ടെ എത്രയാണെന്നുള്ളത്. അതിൻ്റെ റേറ്റ് വന്നിട്ട് $69. ആ ഷോർട്ടിൻ്റെ റേറ്റാണ് $69. അതിൽ 40% ഓഫറുണ്ട്. അപ്പം കുറച്ച് റേറ്റും കാര്യങ്ങളൊക്കെ കുറഞ്ഞ് കിട്ടുന്നുണ്ട്. ഇത് കണ്ടില്ല, ഇതൊരു ഷർട്ടാണ് വരുന്നത്. അതിൻ്റെ റേറ്റ് എന്ന് പറയുന്നത് 40. ഇത് ഫൈനലാണ് കേട്ടോ, 48. അത് അവർ ഓഫർ ഇട്ടേക്കുക, $48 അത് ഫൈനൽ അവർ ഇട്ടേക്കുക. ആ റേറ്റ് ഉണ്ട്. അപ്പം ഈ കളർ ടീഷർട്ട് എനിക്കിഷ്ടപ്പെട്ടു. അതൊരു 40% ഓഫറാണ്. എൻ്റെ ഈ കളർ എനിക്കിഷ്ടപ്പെട്ടു കേട്ടോ. സംഭവം കൊള്ളാം, രണ്ട് അടിപൊളിയായിട്ടുണ്ട്. ഇതെനിക്കിഷ്ടപ്പെട്ടു. ഈ കളറ് അത്യാവശ്യം നല്ല രസമുണ്ട് ഇത് കാണാനായിട്ട്. ഇതെനിക്കിഷ്ടപ്പെട്ടു. ഇതും കൊള്ളാം, നല്ലൊരു ടീഷർട്ടാണ്. അപ്പോൾ ഇതിൻ്റെ റേറ്റ് വരുന്നത് $44. അപ്പോൾ അതിൻ്റെ 40% ഓഫറുണ്ട്. $44 അതിൻ്റെ റേറ്റ് വരുന്നത്. അതിൻ്റെ റെഡ്, വൈറ്റ് അങ്ങനെ പല കളർ അവിടെ അവൈലബിൾ ആണ് കേട്ടോ. റെഡൊക്കെ കണ്ടില്ലേ, അതിൻ്റെ നല്ല കാർഡൻ റെഡാണ് ഇരിക്കുന്നത്, കണ്ടില്ലേ. സംഭവം ഇതും കൊള്ളാം കേട്ടോ, ഇതും കുഴപ്പമൊന്നുമില്ല. അതുകൊണ്ട് ഇതും കുഴപ്പമില്ല. ഇതും എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. ഇതും അടിപൊളി ടോമിയുടെ ഒരു ടീഷർട്ടാണ്. ഇതെല്ലാം വരുന്നത് ആ ഒരു റേഞ്ചാണ്. പിന്നെ ഒരു 40% ഓഫറും ഇതിന് വരുന്നുണ്ട്. പിന്നെ ഞാൻ ജസ്റ്റ് പാൻറ്റ് കാര്യങ്ങളൊക്കെ നോക്കി. പാൻറ്റിനൊക്കെ $79 ഒക്കെയാണ് ടോമിയുടെ ഇവിടെ വരുന്നത്. $79. അത് പക്ഷേ 40% ഓഫറുണ്ട്. അതിനുകൊണ്ട് 40% ഓഫറുണ്ട്. അപ്പോൾ ആ ഒരു പ്രൈസ് റേഞ്ചിൽ അഡ്ജസ്റ്റ് ചെയ്ത് നമുക്ക് ഈ സാധനങ്ങൾ കിട്ടുന്നതായിരിക്കും. ഓക്കെ, അപ്പോൾ ഇപ്പോൾ ഇത് കാണുന്നവർക്ക് വേണമെന്നുണ്ടെങ്കിൽ എത്രയും പെട്ടെന്ന് നമ്മൾ ആ മേഴ്സിലോട്ട് ചെന്ന് കഴിഞ്ഞാൽ ഈ ഐറ്റംസ് എല്ലാം നമുക്ക് അവിടെ അവൈലബിൾ ആണ്. പിന്നെ അതിൻ്റെ 50% ഓഫറിൽ ടീഷർട്ട്. ഇതിൻ്റെ റേറ്റ് എന്ന് പറയുന്നത് ഒന്നും കാണുന്നില്ല കേട്ടോ. അതിൻ്റെ റേറ്റ് എവിടെയാണെന്നൊന്നും കാണുന്നില്ല. ഇതിനകത്തുണ്ടോ? 54 അല്ലേ? അതെ, അത് 54. അപ്പോൾ ഇതെല്ലാം ഫൈനലാണ്. അവർ ആ വെട്ടി ഇട്ടേക്കുന്നത് കണ്ടില്ലേ, അങ്ങനെയുള്ളതെല്ലാം ഫൈനലാണ്. അപ്പോൾ നമ്മൾ ആ ഡ്രസ്സ് അങ്ങനെ എടുക്കുന്ന ആ ഡ്രസ്സ് റിട്ടേണബിൾ അല്ല. ഓക്കെ, അപ്പോൾ നമ്മൾ പക്കയായിട്ട് നോക്കിയിട്ട് പോവുക, എന്തെങ്കിലും സ്റ്റിച്ചിങ് വ്യത്യാസം വല്ലതും ഉണ്ടോ എന്നുള്ളതൊക്കെ ഉണ്ട്. ഇത് അടിപൊളി ജാക്കറ്റ്, ഇത് കൊള്ളാം. നമുക്ക് ചുമ്മാ നടക്കുന്ന സമയത്തൊക്കെ ഡ്രസ്സിൻ്റെ പുറത്തൂടെ ഇട്ടുകൊണ്ട് നടക്കാൻ പറ്റിയ അടിപൊളി കോമൺ ജാക്കറ്റാണ്. അതിൻ്റെ റേറ്റ് ഇവിടെ ഒന്ന് നോക്കിയിട്ടൊന്നും കാണുന്നില്ല. ഇതേ വല്ലതും ഉണ്ടോ എന്ന് നോക്കട്ടെ. റേറ്റ് $150. അതിൻ്റെ റേറ്റ് എന്ന് പറയുന്നത് $150 പക്ഷേ പ്രത്യേകിച്ച് അതിന് ഓഫറോ കാര്യങ്ങളോ ഒന്നും ഞാൻ കാണില്ല. പക്ഷേ സംഭവം എനിക്ക് ഇഷ്ടപ്പെട്ടു കേട്ടോ. ചുമ്മാ ഇങ്ങനെ പുറത്തോട്ട് ഇട്ടുകൊണ്ട് നടക്കാൻ പറ്റിയ ഒരു അടിപൊളി ജാക്കറ്റാണ്. $150 അതിൻ്റെ റേറ്റ് വരുന്നത്. കണ്ടപ്പോൾ നമുക്കൊരു ഇഷ്ടം തോന്നി, ഒന്ന് മേടിച്ചാൽ എന്താണെന്നൊക്കെ ഒന്ന് തോന്നി. പക്ഷേ എന്തായാലും ഇപ്പോൾ അതിൻ്റെ ആവശ്യം വരുന്നില്ല, അതുകൊണ്ട് നമ്മളത് എടുത്തില്ല. പക്ഷേ നമ്മൾ ഭാവിയിൽ അതൊക്കെ എടുക്കും കേട്ടോ. പിന്നെ ഇവിടുന്ന് വരുന്നത് ഷൂവിൻ്റെയൊക്കെ ഒരു കളക്ഷനാണ്. പിന്നെ അങ്ങോട്ട് ഒത്തിരി ചെരുപ്പ് കാര്യങ്ങൾ, അതുകൊണ്ട് ഞാൻ അങ്ങോട്ട് പോയില്ല. ആ ഭാഗത്തോട്ട് ഞാൻ പോയില്ല. ഞാൻ ജസ്റ്റ് ഇത്രയും ഞാൻ നോക്കിയുള്ളൂ. അങ്ങോട്ട് കുറേ എനിക്കൊന്ന് ലേഡീസിൻ്റെ മേക്കപ്പ്, ഷൂവ് ആ ഒരു സെഷനൊക്കെ ആയതുകൊണ്ട് പിന്നെ ഞാൻ അങ്ങോട്ട് വലിയ ഇത് കൊടുക്കാൻ പോയില്ല. ഞാൻ പിന്നെ തിരിച്ചു. പിന്നെ ഇതൊക്കെ കുറേ ഷൂസിൻ്റെ ബ്രാൻഡ് എല്ലാ ടൈപ്പും ഉണ്ട്. അഡിഡാസ്, നൈക്ക് എല്ലാ ടൈപ്പ് ബ്രാൻഡായിട്ടുള്ള ഷൂ ഉണ്ട്. അതിൻ്റെ എല്ലാ ഒരു സെഷനാണ് കാണുന്നത്. ഞാൻ ഡീറ്റെയിൽ ആയിട്ട് അത് എടുക്കാൻ പോയില്ല. കണ്ടില്ലേ, ഇത്രയും അടിപൊളിയായിട്ടുള്ള ഷൂവിൻ്റെ കളക്ഷനൊക്കെ നമുക്ക് ഇവിടെ ഇങ്ങനെ കാണാൻ സാധിക്കുന്നുണ്ട്. ഓക്കെ, അപ്പോൾ നമ്മൾ ജസ്റ്റ് എൻ്റെ വീട്ടിലോട്ടിറങ്ങി അടിപൊളി ഒരു ചെറിയൊരു വെള്ളച്ചാട്ടവും കാര്യങ്ങളൊക്കെ അവർ ബാക്കിൽ സെറ്റ് ചെയ്ത് വെച്ചേക്കുന്നുണ്ട്. അപ്പോൾ നമ്മൾ 2 താമരൂത്തൂസിന് അവിടെ ഒരു ഫോട്ടോ ഒക്കെ എടുത്ത് എന്നിട്ട് നമ്മൾ തിരിച്ചു. അപ്പോൾ നമ്മൾ പറഞ്ഞില്ല, നമ്മളിവിടെ വന്നത് കണ്ണ് ഡോക്ടറെ കാണാനായിട്ടാണ്. അപ്പോൾ നമ്മൾ അവരെ കണ്ണിൻ്റെ ടെസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മളിവിടെ സ്കൂളിലേക്ക് അഡ്മിഷന് വേണ്ടിയിട്ട്. അത് മസ്റ്റാണ്, അതിന് വേണ്ടിയിട്ടാണ് ഇവിടെ വന്നത്. ഞങ്ങൾ പതുക്കെ അത് കണ്ടുപിടിക്കാനുള്ള യാത്രയിലേക്ക് പതുക്കെ നീങ്ങുകയാണ്. ഇത് കണ്ടില്ലേ. അപ്പം സത്യം പറഞ്ഞാൽ ഈ മാളിലോട്ട് എതുവഴി കയറുക എതുവഴി ഇറങ്ങുക എങ്ങും യാതൊരു പിടുത്തവുമില്ല. നിങ്ങൾ നമ്മുടെ കഴിഞ്ഞ വീഡിയോ കണ്ടല്ലോ, നമ്മൾ കുട്ടികളുടെ ഞാൻ ഇട്ടേപ്പുണ്ടായിരുന്നു, കുട്ടികൾ നമ്മൾ പ്ലേ ചെയ്യുന്ന ഒരു ആ പ്ലേയിങ് ഏരിയ ഇതിനകത്തുള്ളത്. സത്യം പറഞ്ഞാൽ അതിൻ്റെ കുറച്ച് അങ്ങോട്ട് മാറിയാണ് നമ്മുടെ ഈ ഐവെയർ ഷോപ്പ് ഉള്ളത്. ഞങ്ങൾ അങ്ങോട്ടുള്ളൊരു യാത്രയാണ്. 2 പേരും ഇതേണ്ട എക്സ്ലേറ്ററൊക്കെ കയറി നല്ല ഹാപ്പി ആയിട്ട് ആദ്യം ഇതൊക്കെ കയറാൻ ഭയങ്കര പേടിയായിരുന്നു കേട്ടോ. പക്ഷേ ഇപ്പോൾ അവർ 2 പേരും പഠിച്ചു ഇറങ്ങേണ്ട എങ്ങനെയാണെന്നൊക്കെ ഉള്ളത്. 2 പേരും പഠിച്ചു കണ്ടില്ലേ. 2 പേരും ചാടി ഇറങ്ങും, അതുപോലെ തന്നെ കയറുകയും ചെയ്യും. അതുകൊണ്ട് അവർക്ക് ഇപ്പോൾ അതേ കയറാനൊന്നും പേടിക്കേണ്ട കാര്യമില്ല. അതൊക്കെ ഞാൻ 2 പേരും ഇങ്ങനെ 2 കൈ കൊണ്ട് പൊക്കി കയറ്റുമൊക്കെയായിരുന്നു ചെയ്തുകൊണ്ടിരുന്നത്. പക്ഷേ ഇപ്പോൾ അതിൻ്റെ ഒന്നും ആവശ്യമില്ല. 2 പേർക്കും ആ പേടിയൊക്കെ മാറി അവർ സുന്ദരമായിട്ട് ഇപ്പോൾ ഒരു പേടിയില്ലാതാണ് അവരതിലൊക്കെ കയറുന്നത്. അപ്പോൾ ഞങ്ങൾ വീണ്ടും ആ ഷോപ്പ് തപ്പിയുള്ള യാത്രയിലാണ്.
അത് എവിടെയാണ് ഇനി ഇതിനകത്തുനിന്ന് കണ്ടുപിടിക്കുകയാണ് ഏറ്റവും വലിയ കഷ്ടപ്പാട്. സത്യം പറഞ്ഞാൽ ഞങ്ങൾ കുറച്ച് കഷ്ടപ്പെട്ടു കേട്ടോ. ഏറ്റവും അവസാനം ഞാൻ ഗൂഗിൾ മാപ്പൊക്കെ ഇട്ടിട്ടാണ് 1-2 കിലോമീറ്ററൊക്കെ ഇതിനകത്ത് തന്നെ കടന്ന് കറങ്ങിയിട്ടാണ് ഞാൻ ഏറ്റവും അവസാനം ആ ഷോപ്പ് കണ്ടുപിടിച്ചത്. ഇത് കണ്ടില്ല, നല്ല അടിപൊളിയൊരു മാളാണ് ഇത്. ഭയങ്കര, ഞാൻ പറഞ്ഞ ചിക്കാഗോയിലെ തന്നെ ഏറ്റവും വലിയ മാളാണ് വുഡ്ഫീൽഡ് മാൾ. അപ്പോൾ അതിനകത്തെ ഈ കാഴ്ചകളാണ് ഇപ്പം നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. അങ്ങനെ അവസാനം നമ്മൾ നീണ്ട കാത്തിരിപ്പിനൊടുവിൽ നമ്മൾ നമ്മുടെ ഷോപ്പിൽ എത്തിയിരിക്കുകയാണ്. അപ്പോൾ ആദ്യമേ നമ്മുടെ താമുവിനെ നമ്മൾ ഐ ടെസ്റ്റിനായിട്ട് അതിലേക്ക് കയറ്റിയിരിക്കുകയാണ്. ഭയങ്കര സന്തോഷത്തോടെ എന്തായാലും അദ്ദേഹം കസേരയിലേക്ക് കയറിയിരിക്കുന്നു. അടുത്ത ആൾ ക്യൂവിലാണ് കേട്ടോ. ഞങ്ങൾ രണ്ടുപേരും ക്യൂവിലാണ്. ടാറ്റയൊക്കെ തരുന്നുണ്ട്. ഇനി കരയാനുള്ള പോകണം. ചില സമയത്തൊക്കെ കരയുന്ന കാണാം, ഇതൊക്കെ കണ്ട് പേടിച്ചിട്ട് കരയുന്ന കാണാം. ചില സമയത്ത് കുഴപ്പമൊന്നുമില്ല, നല്ല കൂളായിട്ട് ഇരിക്കുന്നതും കാണാം. അപ്പോൾ അവരെന്തൊക്കെ ഒരു പേപ്പർ വർക്കിലാണ് അവിടെ. അപ്പോൾ അത് കഴിഞ്ഞിട്ട് നമ്മുടെ താമുവിനെ എന്തോ ടെസ്റ്റ് ചെയ്യാനായിട്ട് നമ്മൾ ആ ജസ്റ്റ് അതിനകത്തോട്ട് ഇങ്ങനെ നോക്കണം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് താമുവിനെ ഇങ്ങനെ പ്രിപ്പയർ ചെയ്തുകൊണ്ടിരിക്കുന്നു. മുട്ട നിർത്തി വെച്ച് കഴിഞ്ഞാൽ ഈ കസേര ആ പൊക്കം വെച്ച് കിട്ടാൻ വേണ്ടിയിട്ടോ. ഇവർ ഇരുന്ന് നോക്കാൻ നേരത്തെ ഇവർക്ക് കറക്റ്റ് അതാകുന്നില്ല, കറക്റ്റ് നമുക്ക് ആ മുഖം വെക്കാൻ പറ്റുന്നില്ല. അപ്പോൾ അതുകൊണ്ട് ആണ് കയറ്റി അങ്ങനെ നിർത്തിയത്. അതിനുശേഷം നമ്മൾ മുത്തിനെയും കയറ്റി. അങ്ങനെ രണ്ടുപേരെ ടെസ്റ്റൊക്കെ കഴിഞ്ഞു. നമ്മൾ വീട്ടിലേക്ക് ഇറങ്ങുമ്പോൾ താഴെ കൂടി ഒരു ട്രെയിൻ പോകുന്നത് കണ്ടു. അപ്പോൾ രണ്ടുപേർക്കും അതേ കയറിയാൽ കൊള്ളാം എന്നുള്ളൊരു ഭയങ്കര ആഗ്രഹമൊക്കെ ഉണ്ട്. പക്ഷേ നമ്മൾ പിന്നെ മേലെ നിൽക്കുന്നുണ്ട്. ഇവിടെ ഞാൻ പറഞ്ഞല്ലോ, നമുക്കിവിടെ വേറൊരു ഡ്രസ്സിൻ്റെ ഷോപ്പുണ്ട്. അതിൻ്റെ പേരെന്ന് പറയുന്നത് ഇതാണ് ആ ഷോപ്പ്. ഇതിൻ്റെ പേരെന്ന് പറയുന്നത് പ്രൈമാർക്ക് എന്നാണ്. അപ്പോൾ ഇത് നമ്മുടെ ഈ ലെൻസ് ക്രാഫ്റ്റിൻ്റെ അടുത്ത് തന്നെയുള്ളൊരു അടിപൊളി ഒരു ഷോപ്പാണ്. ഇതെന്ന് വെച്ച് കഴിഞ്ഞാൽ പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ നാട്ടിലെ ട്രെൻഡ്സ്, മാക്സ്, ഇപ്പോൾ സ്റ്റുഡിയോ എന്നൊക്കെ പറഞ്ഞ പോലെയൊക്കെ വരത്തില്ലേ. അപ്പോൾ അതുപോലത്തെ ഇവിടുത്തെ ഒരു ഷോപ്പ് നമുക്ക് വേണമെങ്കിൽ ഇതിനെ പറയാം. അതുപോലെ റേറ്റിൽ 8, 9, 10 അങ്ങനെ പല പല റേറ്റിൽ നമുക്ക് ഇവിടെ ഈ ഡ്രസ്സുകൾ നമുക്ക് അവൈലബിൾ ആണ്. നമ്മൾ ട്രെൻഡ്സിലൊക്കെ പോയി നമ്മൾ മേടിക്കത്തില്ലേ, നമുക്ക് സ്റ്റുഡിയോയിലൊക്കെ എത്ര 300, 299, 199 നമുക്ക് കിട്ടത്തില്ലേ എന്ന് പറയുന്നത് കണ്ടില്ലേ. $10 $3 ക്ലിയറൻസ് സെയിലാണ് ഇവിടെ അടിപൊളി ഷർട്ടിന് നടന്നുകൊണ്ടിരിക്കുന്നത്. കണ്ടില്ലേ, ഇതിങ്ങനെ ഇല്ലേ എന്താ പറയുക, നമ്മൾ ഏക്കർ കണക്കിനൊക്കെ ഇങ്ങനെ കിടക്കുമെന്ന് പറയത്തില്ല എന്ന് പറഞ്ഞ പോലെ ഇങ്ങേ അറ്റം മുതൽ അങ്ങേ അറ്റം വരെ കിടക്കുക. അപ്പം നിങ്ങൾക്ക് മനസ്സിലായല്ലോ. അപ്പം അത്യാവശ്യം ഇങ്ങനെ ഈ റേറ്റ് കുറച്ച് ഒക്കെ ഡ്രസ്സ് എടുക്കണം എന്നുള്ളവർക്ക്, ഞാൻ പറഞ്ഞില്ല, ഇപ്പോൾ എങ്ങനെയുള്ളവർക്കും ഏത് രീതിയിലുള്ളവർക്കും പറ്റിയൊരു ഷോപ്പിംഗ് സെൻ്ററാണ് വുഡ്ഫീൽഡ് മാൾ. ഇപ്പോൾ ഇങ്ങോട്ട് വന്നു കഴിഞ്ഞാൽ ബ്രാൻഡഡ് താല്പര്യപ്പെടുന്നവർ, അവർക്ക് പ്രത്യേകം ബ്രാൻഡായിട്ടുള്ള ഐറ്റംസൊക്കെ അവിടെ ഉണ്ട്. അതല്ല എനിക്ക് നോർമൽ മതി എന്നുള്ളവർക്ക് നോർമലായിട്ടുള്ള ഡ്രസ്സ് സെഷനും ഇവിടെ നമുക്ക് അവൈലബിൾ ആണ്. ഇപ്പം ഡ്രസ്സ് തന്നെ ആയിക്കോട്ടെ, ഷോക്സ് ആയിക്കോട്ടെ, ഷൂ ആയിക്കോട്ടെ, ബാഗ് ആയിക്കോട്ടെ, എന്തായിക്കോട്ടെ, അങ്ങനത്തുള്ള ഐറ്റങ്ങളെല്ലാം നമുക്ക് നല്ല ഒരു വലിയൊരു വിലക്കുറവിൽ നമുക്ക് ഇവിടെ അവൈലബിൾ ആണ്. നമുക്ക് അത്യാവശ്യം സാധനങ്ങളൊക്കെ ഞാൻ പറഞ്ഞു ട്രെൻഡ്സ്, മാക്സ് ആ ഒരു കറക്റ്റ് ആ ഒരു കാറ്റഗറി പെടുന്നൊരു ഷോപ്പാണ് ഇവിടെ. നല്ല ഇതൊക്കെ ഷോക്സിൻ്റെയൊക്കെ വലിയൊരു കളക്ഷനാണ്. ഷോക്സൊക്കെ പല ടൈപ്പിൽ പല തരത്തിലും $4, $5 ആ ഒരു പ്രൈസ് റേഞ്ചിലൊക്കെ നമുക്ക് ഇവിടെ അവൈലബിൾ ആണ്. ഇതതുപോലെ തന്നെ ഈ ഷൂ ഒക്കെ ഞാൻ ഇവിടെ ഷൂ മേടിച്ചു. ഷൂ വലിയ കുഴപ്പമൊന്നുമില്ല. $10 തൊട്ട് നമുക്ക് ഷൂ ഇവിടെ അവൈലബിൾ ആണ്. $10 തൊട്ട്. അപ്പോൾ $10 എന്ന് പറഞ്ഞാൽ അത് $20 ഷൂ കണ്ട. പക്ഷേ ഇപ്പോൾ എന്തൊരു ഓഫർ ഇവിടെ നടക്കുകയാണ്. അതുകൊണ്ട് എനിക്ക് $10 അത് കിട്ടി, ഞാനത് മേടിച്ചു. കുഴപ്പമില്ല, അത്യാവശ്യം നല്ലൊരു ഷൂ ആണ് ഞാൻ മേടിച്ചത്. പിന്നെ ഇതെല്ലാം പാൻറ്റിൻ്റെ സെഷന് കാര്യങ്ങളൊക്കെയാണ്. നിങ്ങൾക്ക് ഈ നോക്കുമ്പോൾ കണ്ടില്ല, ഈ കണ്ണെത്താത്ത ദൂരത്തോളം ഇങ്ങനെ കിടക്കും. ഇങ്ങേ അറ്റം മുതൽ അങ്ങേ അറ്റം വരെ ഇതിങ്ങനെ കിടക്കുക, കണ്ടില്ലേ. ഇത് കണ്ടോ, കുട്ടികളുടെ ഡ്രസ്സാണ്. $6 ടീഷർട്ട്. ആരെയും കണ്ടാൽ വിടുമോ? അതിൻ്റെ അടിപൊളി മിക്കി മൗസും അല്ലാത്തതും എല്ലാം നമ്മുടെ താഴെയും മേളിലും എല്ലാം കിടപ്പുണ്ട്. അപ്പം നമ്മളും സ്വാഭാവികമായിട്ടും വിടത്തില്ല. അപ്പം ഞങ്ങൾ മേടിച്ചു കുട്ടികൾക്ക് വേണ്ടിയിട്ട്. ഇതെല്ലാം രണ്ടെണ്ണം $6 ഉള്ളൂ. അടിപൊളി ക്വാളിറ്റി, അടിപൊളി സാധനം. അപ്പം ഇതൊന്നും നിങ്ങൾ വരുന്നവരാരും ഇതൊന്നും മിസ് ചെയ്യേണ്ട, ധൈര്യത്തെ കയറി മേടിച്ചോളൂ. ഓക്കെ, അപ്പോൾ ഈ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. അപ്പം ഇഷ്ടപ്പെട്ടെങ്കിൽ നമ്മുടെ ചാനൽ ഒന്ന് ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് കേട്ടോ. അപ്പം നിങ്ങളുടെ ഒരു പിന്തുണയാണല്ലോ നമ്മുടെ ഏറ്റവും വലിയ ബലം. അപ്പോൾ അടുത്ത ഒരു അമേരിക്കൻ വിശേഷവുമായി നമുക്ക് വീണ്ടും കാണാം. അതുവരെ ബൈ.